ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എൻ്റെ പുതിയ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെയും ഇന്നത്തെയും ന്യൂസ് പേപ്പേഴ്സ്, അതായത് സൺഡേയിലെയും മൺഡേയിലെയും ന്യൂസ് പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൺഡേയിലെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എഡിറ്റോറിയൽസ് രണ്ടും തന്നെ അത്ര ഭയങ്കര ഡിഫിക്കൽട്ട് എഡിറ്റോറിയൽസ് ഒന്നുമല്ല. ഫസ്റ്റ് എഡിറ്റോറിയൽ ന്യൂ ബിഗിനിങ്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് ഞാൻ അനലൈസ് ചെയ്യാനും പോകുന്നില്ല, കാരണം അതൊരു സ്പോർട്സ് റിലേറ്റഡ് എഡിറ്റോറിയലാണ്. സ്പോർട്സ് റിലേറ്റഡ് എഡിറ്റോറിയൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കത്തും എന്തായിരിക്കും ആ എഡിറ്റോറിയൽ എന്ന്. കാര്യം T20 വേൾഡ് കപ്പ് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യ ഒരു ക്രിക്കറ്റ് ഫ്രൻസി ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു വേൾഡ് കപ്പ്, ICC വേൾഡ് കപ്പ് വിൻ ചെയ്യുമ്പോൾ അത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ജോയ്, അതൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ മിക്കവാറും എല്ലാ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ഇന്ന് എഡിറ്റോറിയൽ ഇതിനെ കുറിച്ച് തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ത്യ വേൾഡ് കപ്പ് വിൻ ചെയ്യുന്നത് 2007 ആദ്യം ഇന്ത്യ, ആദ്യത്തെ എഡിഷൻ ആയിരുന്നു T20 വേൾഡ് കപ്പിന്റെ 2007 നടന്നത്. അന്ന് ഇന്ത്യ വിൻ ചെയ്തു. അതിനുശേഷം പിന്നെ ആദ്യമായിട്ട് ഇന്ത്യ വിൻ ചെയ്യുന്നത് ഇപ്പോഴാണ്. അതിനുശേഷം ആദ്യമായിട്ടല്ല, അതിനുശേഷം രണ്ടാമതായിട്ട് ഇന്ത്യ ഇപ്പൊ വിൻ ചെയ്തത് 2024 വേൾഡ് കപ്പാണ്. അപ്പോൾ അത് ആണ് ഇന്നത്തെ ഹിന്ദുവിലെ എഡിറ്റോറിയൽ, അതിനെ കുറിച്ചാണ്. ഇതല്ല, നമ്മൾ വൺ ഡേ ഇന്റർനാഷണൽ വേൾഡ് കപ്പ് 2 ടൈംസ് വിൻ ചെയ്തിട്ടുണ്ട്. 1983 അതിനുശേഷം 2013 1983 കപിൽ ദേവിന്റെ നേതൃത്വത്തിലും 2013 MS ധോണിയുടെ നേതൃത്വത്തിലാണ്. അതിൽ 1983 വേൾഡ് കപ്പ് നമ്മൾ വിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരും സാധ്യതകൾ പോലും കൽപ്പിച്ചില്ലാതിരുന്ന ഒരു രാജ്യമാണ്, കാരണം വി വെർ ആൻ അണ്ടർഡോഗ് അറ്റ് ദാറ്റ് ടൈം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മളെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ ടൂർണമെന്റുകളിലെയും ഫേവറേറ്റ്സിൽ ഒരെണ്ണം ഇന്ത്യ ആയിരിക്കും. കഴിഞ്ഞ ഇപ്പോൾ കുറച്ച് ചാമ്പ്യൻഷിപ്പിൽ എടുത്തൊക്കെയാണെങ്കിൽ മിക്കവാറും എല്ലാത്തിനും ഫൈനലിൽ ഇന്ത്യ വന്നിട്ടുണ്ട്. ഇപ്പൊ T20 വേൾഡ് കപ്പ് ഇപ്രാവശ്യം ഫൈനൽ വന്നു, വൺ ഡേ വേൾഡ് കപ്പിന്റെ ഫൈനൽ വന്നു. ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, അതാണ് നമ്മൾ ഇതുവരെയും വിൻ ചെയ്തിട്ടില്ലാത്തത് ഒറ്റ തവണ പോലും. അതിന്റെ 2 തവണ നമ്മൾ ഫൈനലിൽ വന്നു. അപ്പം വേൾഡിലെ ഏറ്റവും ലീഡിംഗ് ടീം, അല്ലെങ്കിൽ ഓസ്ട്രേലിയക്കൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് ഇന്ത്യ. അത്യാവശ്യം ബൗളിംഗിലും നല്ല പെർഫോമൻസ് നമുക്കുണ്ട്. ബുംറയാണ് ഇപ്പോൾ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ബൗളർ എന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നമുക്ക് അതിന്റെ ഒരു അനാലിസിസ് ഇന്നത്തെ ഹിന്ദു പത്രത്തിലുണ്ട്. അങ്ങനെ മുമ്പ് നമുക്ക് പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഏറ്റവും വീക്ക് എന്ന് പറഞ്ഞത്. അപ്പം ഏറ്റവും വേൾഡിലെ ബെസ്റ്റ് ബൗളർ ഇന്ന് ഇന്ത്യയുടേതാണ്. നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഫാസ്റ്റ് ബോളിംഗിൽ, സ്പിൻ ബോളിംഗിൽ എല്ലാ കാലത്തും ഇന്ത്യക്ക് നല്ല ബൗളേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ബാറ്റർമാരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വേൾഡിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാർ എപ്പോഴും ഇന്ത്യക്ക് ഉണ്ടായിരുന്നു, എല്ലാ കാലഘട്ടത്തിലും. സുനിൽ ഗവാസ്കറും ഗുണ്ടപ്പ വിശ്വനാഥ് തുടങ്ങി, അത് സച്ചിൻ ടെണ്ടുൽക്കർ, മുഹമ്മദ് അസറുദ്ദീൻ പോലുള്ള ബാറ്റ്സ്മാൻമാർ വഴി, രാഹുൽ ദ്രാവിഡ് വഴി, VVS ലക്ഷ്മൺ, സൗരവ് ഗാംഗുലി, അങ്ങനെ പിന്നീടത് ഇന്നത്തെ വിരാട് കോഹ്ലിയിലും രോഹിത് ശർമ്മയിലൊക്കെ എത്തി നിൽക്കുന്നു. അവർക്ക് ശേഷവും അതിലും ഒപ്പം നിൽക്കുന്ന ബാറ്റ്സ്മാൻമാർ നമുക്ക് ഇന്ത്യക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു വിജയത്തിനെ കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് അതിന്റെ ഒരു സിനോപ്സിസ് നിങ്ങളായിട്ടുണ്ടാക്കുക. കാര്യം ഇത് ഞാനത് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോഴും വിഷമം, എനിക്ക് സത്യത്തിൽ ഇന്ത്യ ജയിച്ചെങ്കിലും ഒരു വിഷമം മനസ്സിലുണ്ടായിരുന്നു. കാരണം സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞ ടീമിനെ എനിക്ക് അത്രയേറെ ഇഷ്ടമാണ്. കാര്യം സൗത്ത് ആഫ്രിക്കൻ ടീം പലപ്പോഴും വേൾഡ് കപ്പിന്റെ ആ ഒരു സമ്മിറ്റ് ക്ലാഷിന് അടുത്ത് വന്നിട്ട് അവര് നിരാശയോടുകൂടി മടങ്ങുമ്പോൾ അവരുടെ മുഖത്ത് ഈ പലപ്പോഴും കണ്ണീരണിയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ക്രിക്കറ്റിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൊന്നാണ്. കാരണം സൗത്ത് ആഫ്രിക്ക ഇന്ത്യയുടെ ഒരു ഫ്രണ്ട്ലി നേഷനും കൂടിയാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ എനിമി നേഷൻസ് ആരെങ്കിലും ആയിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ കുറച്ച് അറഗൻസ് ഉള്ളൊരു ടീമാണ്, അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ സംഭവിക്കുന്നെങ്കിൽ നമുക്ക് വിഷമം തോന്നില്ല. പക്ഷെ സൗത്ത് ആഫ്രിക്ക അത്യാവശ്യം നല്ല ഹമ്പിൾ ആയിട്ടുള്ള, ഇന്ത്യ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പം ആ ഒരു പരാജയം, പക്ഷെ നമുക്ക് നമ്മളുടെ ഫൈനലിൽ അവരെയാണ് കിട്ടുന്നെങ്കിൽ അവരെ തോപ്പിച്ചല്ലേ പറ്റുള്ളൂ. നമുക്ക് നമ്മളുടെ രാജ്യമാണല്ലോ ഏറ്റവും വലുത്, നമ്മളുടെ രാജ്യ താല്പര്യമാണ് ഏറ്റവും വലുത്. പക്ഷെ സ്റ്റിൽ സൗത്ത് ആഫ്രിക്കയും ഈ കപ്പ് ഡിസേർവ് ചെയ്തിരുന്ന അവസാന നിമിഷം വരെയും. ഓക്കെ, അപ്പൊ ഈ എഡിറ്റോറിയലാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ വെപ്പണൈസിംഗ് PMLA എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഈ വെപ്പണൈസിംഗ് PMLA എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ, PMLA എന്താണെന്ന് വെച്ചാൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണ്. PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002 വരുന്നത് PMLA. അതിനുശേഷം 2020 അത് വീണ്ടും അമെൻഡ് ചെയ്യപ്പെട്ടു. അമെൻഡ് ചെയ്യപ്പെട്ടപ്പോൾ PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ബിക്കെയിം എ വെരി വെരി പവർഫുൾ വെപ്പൺ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ്, എസ്പെഷ്യലി ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്, അല്ലെങ്കിൽ EDക്ക് ഇത്രയും വലിയ പവർ കിട്ടത് ഈ അമെൻഡഡ് PMLA ആക്ട് വന്നതിന് ശേഷമാണ്. അവർക്ക് അവരുടെ ടാർഗറ്റ് ആയിട്ടുള്ള അവർ ടാർഗറ്റ് ചെയ്യുന്ന പല ആൾക്കാരെ അവർക്ക് വിത്തൗട്ട് ഷോയിങ് എനി റീസൺ ദേ ക്യാൻ അറസ്റ്റ്. They have the arbitrary power to arrest anyone without showing any reason. അതാണ് PMLAയുടെ പ്രത്യേകത. UAPA പോലെയൊക്കെ ഒരു ഡ്രാക്കോണിയൻ ലോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് PMLA. UAPA എന്താണെന്ന് അറിയാം, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. അതിന്റെ അണ്ടറിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ബെയിൽ. അത് തന്നെയാണ് PMLAയുടെ അവസ്ഥ. ഇപ്പൊ ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് വരാനുള്ള കാരണം വേറെ ഒന്നുമല്ല. ജാർഖണ്ഡിന്റെ ഫോമർ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഹേമന്ത് സോറൻ, ഇപ്പം അരവിന്ദ് കെജ്രിവാൾ ഓൾറെഡി ജയിലിലാണ്. ഹി സ്റ്റിൽ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി. ഹി ഡിഡ്ന്റ് റിസൈൻ after the arrest of
ആഫ്റ്റർ ദ അറസ്റ്റ് ബൈ ED ആൻഡ് CBI. ഇപ്പൊ CBI അറസ്റ്റ് ചെയ്തേക്കാണ് പുള്ളിയെ. അത് ഡൽഹി എക്സൈസ് പോളിസി കേസിലാണ്. പക്ഷെ അതേ സമയത്ത് ജാർഖണ്ഡിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഹേമന്ത് സോറൻ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു അറസ്റ്റിന്റെ മണം വന്നപ്പോൾ തന്നെ പുള്ളി റിസൈൻ ചെയ്യുകയും അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഷിപ്പ് ചമ്പായ് സോറനെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇപ്പൊ ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ചമ്പായ് സോറൻ. ഈ ഡൽഹി ചീഫ് മിനിസ്റ്റർ ആയ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഡൽഹിയിലെ എക്സൈസ് പോളിസിയായിട്ട് ബന്ധപ്പെട്ട കേസിലാണെങ്കിൽ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത് ഒരു ലാൻഡ് സെല്ല് ചെയ്തതിന്റെ കേസിലാണ്. ഹേമന്ത് സോറന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഒരു ലാൻഡ് അത് എലിജിബിൾ അല്ലാത്ത ആൾക്കാർക്ക് അത് കൈമാറ്റം ചെയ്തു. അതിൽ വിൻഫോൾ ഗെയിൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പ്ലസ് പുള്ളി അങ്ങനെ കൈമാറ്റം ചെയ്ത സമയത്ത് ഏതാണ്ട് 8 ഏക്കറോളം ലാൻഡാണ് അങ്ങനെ കൈമാറ്റം ചെയ്തത്. കുറെ ആൾക്കാർ അവിടെ നിന്ന് എവിക്റ്റഡ് ഒക്കെ ആയി. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ കറപ്ഷൻ നടന്നുള്ള പേരിലാണ് ED ഇവർക്കെതിരെ ഈ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ ജാർഖണ്ഡിലെ ഹൈക്കോർട്ട് ഈ കേസ് കൺസിഡർ ചെയ്ത ഹൈക്കോർട്ട് ജഡ്ജി പറഞ്ഞു ഈ ഡയറക്ട്ലി ഹേമന്ത് സോറനെ ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഈ ഒരു സംഭവം നടന്നിട്ടുണ്ട്. പക്ഷെ അതുമായിട്ട് ഹേമന്ത് സോറൻ അതിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്തുന്ന രീതിയിലുള്ള ഡയറക്റ്റ് എവിഡൻസസ് ഒന്നും കണ്ടെത്തുന്നതിന് കോടതിക്ക് കഴിഞ്ഞിട്ടില്ല. സോ നമുക്ക് ഇത് ഫാൾസ്ലി ആണ് ഈ സെൻട്രൽ ഏജൻസിയായ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത് എന്ന്, അല്ലെങ്കിൽ അതൊരു ഫാബ്രിക്കേറ്റഡ് കേസ് അഗേൻസ്റ്റ് ഹേമന്ത് സോറനാണെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ ഒരു പരാമർശം നടത്തി അദ്ദേഹത്തിന് ബെയിൽ കൊടുത്തു. അപ്പൊ അതാണ് ഇന്നത്തെ ഇതാണ് കഥ. ഇതാണ് ഇന്നത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയലിന് ആധാരമായ കാര്യം. അപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്നത് ഈ PMLA എന്ന് പറയുന്ന ആക്ടിലെ പല പ്രൊവിഷൻസും പൊളിറ്റിക്കൽ ഒപ്പോണൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റ് ED പോലുള്ള ഏജൻസീസിനെ പിന്നീട് ചട്ടുകമാക്കുന്നു, ടൂളാക്കുന്നു എന്നുള്ള ആരോപണം ബലപ്പെടുത്തുന്നതാണ് ഈ പറഞ്ഞ കോടതിയുടെ പരാമർശവും സബ്സിക്വന്റ് ആയിട്ട് ജാർഖണ്ഡിലെ ഫോമർ ചീഫ് മിനിസ്റ്റർ ഹേമന്ത് സോറന് ബെയിൽ കിട്ടിയതും എന്ന് ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. അതുപോലെ ഇത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതില് ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾ തെറ്റായിട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അയാളുടെ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന സംഭവം ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുന്നതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെയും ഏജൻസീസിന്റെയും കൂടെ വിശ്വാസ്യതയും കൂടെ നഷ്ടപ്പെടാം. കാരണം എന്ന് വെച്ചാല് ഇതില് എപ്പോഴും ഈ ഒരു നിയമത്തിന് ഇത്രയും തീത്തുള്ളതുകൊണ്ട്, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള നിയമമായിട്ട് അത് മാറിയത് കൊണ്ട് ഈ കോടതികൾ എപ്പോഴും ഒരു പ്രിലിമിനറി എൻക്വയറി നടത്താൻ നിർബന്ധിതരാകും. ഇയാള് ഡയറക്ട്ലി ഇതിന്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടോ അല്ലയോ എന്ന് മനസ്സിലാവും. എന്നിട്ട് ആ പ്രിലിമിനറി എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ പ്രോപ്പർ ആയിരിക്കണമെന്നില്ല, ഒരു അസംഷൻ നടത്തിയിട്ടാണ് ഇവർ ഞാൻ ഇതൊക്കെ കൊടുത്തേക്കുന്നത്, ബെയിലൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇപ്പൊ ഹൈക്കോടതി ജഡ്ജിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു പരാമർശം ആയാലും അപ്പീൽ കോർട്ടുകൾ, ഇനിയിപ്പോ സുപ്രീം കോർട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഈ കേസിൽ ഇദ്ദേഹം ഇൻവോൾവ് ആണ് എന്നുള്ള ചിലപ്പോൾ വിധി വന്നേക്കാം. പക്ഷെ അപ്പോഴത്തേക്ക് ഒരാവശ്യമില്ലാതെ കുറച്ച് മോശം പരാമർശങ്ങൾ ഏജൻസീസിനും ഗവൺമെന്റിനും ഒക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്നു. അപ്പൊ അതും ഇതിന്റെ ഒരു പ്രശ്നമാണ്. ഈ PMLA ആക്ടിലെ ഇപ്പോഴത്തെ പ്രൊവിഷൻസിന്റെ ഒരു പ്രോബ്ലമാണ്. അപ്പൊ അതൊക്കെ കൂടെ പറയുന്നുണ്ട്. പിന്നെ ഈ കേസ് എങ്ങനെയായിരുന്നു സംഭവിച്ചെന്നുള്ള കാര്യം അത് നിങ്ങളുടെ പറഞ്ഞു. ഒരു ലാൻഡ് പാഴ്സൽ, പുള്ളിയുടെ ഓണർഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു ലാൻഡ് പാഴ്സൽ 8.86 ഏക്കേഴ്സ് ഓഫ് ലാൻഡ്, അത് ബൈ ചെയ്യാൻ എലിജിബിലിറ്റി ഇല്ലാത്ത ഒരു ടീമിനെ സെല് ചെയ്തു എന്നുള്ളതാണ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ED ഇത് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ ഇല്ലീഗൽ അക്വിസിഷൻ നടക്കാതെ പോയി. പക്ഷേ അതിനിടയ്ക്ക് ചെറിയ ചില കറപ്ഷൻസിന്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് അവർ അന്വേഷിക്കുന്നത്. ആ മണി ട്രെയിലൊക്കെയാണ് അവർ അന്വേഷിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ കേസ്, ഈ ഒരു എഡിറ്റോറിയലിന്റെ കണ്ടന്റ്. ഇനി ഇന്നത്തെ ഹിന്ദുവിൽ കോർട്ട് ഓൺ ക്ലൈമറ്റ് റേറ്റ് ആൻഡ് ഹൗ ഇന്ത്യ ക്യാൻ എൻഫോഴ്സ് ഇറ്റ് എന്നൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കോർട്ട് ഓൺ ക്ലൈമറ്റ് റൈറ്റ് ആൻഡ് ഹൗ ഇന്ത്യ ക്യാൻ എൻഫോഴ്സ് ഇറ്റ് എന്നുള്ളൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആ ആർട്ടിക്കിൾ വരാനുള്ള കാരണം ഇത് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ഇതിങ്ങനെ ഒരു ആർട്ടിക്കിൾ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കേസിന്റെ വിധിയാണ്. ആ കേസ് എന്ന് പറഞ്ഞാൽ രഞ്ജിത് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ്. രഞ്ജിത് സിംഗ് SINH എന്നാണ് എഴുതിയേക്കുന്നത്, SINGH എന്നല്ല. സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊരു കേസാണ്. ആ കേസിന്റെ വിധി ഇപ്പൊ സുപ്രീം കോടതിയിൽ വന്നേക്കുന്നേ ഉള്ളൂ. ആ കേസിന്റെ വിധിയെ കുറിച്ച് അനലിസ്റ്റുകൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിന്റെ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് അനലിസ്റ്റുകൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെർട്ടുകളൊക്കെ. പക്ഷെ സ്റ്റിൽ ഇവര് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയേക്കാണ്. ഇതിൽ പറയുന്നത്, നമുക്ക് ഇതിന്റെ ഒരു കണ്ടന്റ് ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് വെച്ചാല് നമുക്കറിയാം,
നമ്മളുടെ ലൈഫിൽ ഒരുപാട് അൺഡിസൈറബിൾ ആയിട്ടുള്ള കോൺസിക്വൻസസ് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മളുടെ റൈറ്റ് ടു ലൈഫിന് ആർട്ടിക്കിൾ 21 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 21 പറഞ്ഞിരിക്കുന്ന റൈറ്റ് ടു ലൈഫ്, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്. അതുപോലെ നമ്മളുടെ റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി, ഈ രണ്ട് സംഗതികളെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോ പലപ്പോഴും ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പൊ ആ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ടായിരിക്കും, ആന്ത്രോപോജനിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ടായിരിക്കും പലപ്പോഴും ഈ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നത്. പക്ഷെ അതുമായിട്ട് യാതൊരു രീതിയിലും ഇൻവോൾവ് ആയിട്ടില്ലാത്ത ആൾക്കാരുടെ റൈറ്റ് ടു ലൈഫിനെ അത് ബാധിക്കുന്നുണ്ട്, റൈറ്റ് ടു ഇക്വാലിറ്റി ബാധിക്കുന്നുണ്ടെന്ന് പറയാൻ കാര്യം ചിലപ്പം റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഈ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നവരെ പോലെ അത് ബാധിക്കാത്ത രീതിയിൽ അവർക്ക് ഒന്നുകിൽ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ അവരോട് മൈഗ്രേറ്റ് ചെയ്ത് കുറച്ചുകൂടെ നല്ല ലൊക്കേഷൻസിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പൊ റൈറ്റ് ടു ഇക്വാലിറ്റി ബാധിക്കുന്നുണ്ട്, റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയിൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു സെൻട്രൽ ലോയോ സ്റ്റേറ്റ് ലെവലിലുള്ള നിയമങ്ങളോ ഇല്ല. പലപ്പോഴും നമ്മളുടെ ഇലക്ഷൻസ് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പോലും അതിനെക്കുറിച്ച് ഹിന്ദുവിൽ കഴിഞ്ഞ ഇലക്ഷൻ ടൈമിൽ ഒരുപാട് ആർട്ടിക്കിൾസ് വന്നായിരുന്നു. ഇലക്ഷൻസ് ഫൈറ്റ് ചെയ്ത സമയത്ത് പോലും നമ്മളുടെ നാഷണൽ പാർട്ടീസിന്റെയോ അല്ലെങ്കിൽ പ്രമുഖമായിട്ടുള്ള റീജിയണൽ പാർട്ടീസിന്റെയോ മാനിഫെസ്റ്റോയിൽ പോലും ഈ പറഞ്ഞ ഈ എൻവയോൺമെന്റ് എന്ന് പറയുന്ന സംഭവത്തിന് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഇഷ്യൂസിനെ കുറിച്ചുള്ള വലിയ അജണ്ടാസോ വലിയ ഐറ്റംസോ ഒന്നും കാണത്തില്ല. നമ്മൾ അത്രയും ബാധിക്കുന്ന വിഷയമായിരുന്നിട്ട് പോലും, മനസ്സിലായോ? അപ്പോ പക്ഷെ ഇത് ഈ ഒരു രഞ്ജിത് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതി ഇപ്പോ വിധി പറഞ്ഞപ്പോ ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 14 അതുമായിട്ട് കണക്ട് ചെയ്താണ് വിധി പറഞ്ഞേക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ളൊരു വിധി വന്നത് ഭാവിയിൽ ക്ലൈമറ്റ് ചേഞ്ചിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ നിയമങ്ങൾ ഉണ്ടാവുന്നതിലേക്ക് ഇന്ത്യയെ നയിച്ചേക്കാം എന്നൊരു എക്സ്പെക്ടേഷനാണ് ഈ ആർട്ടിക്കിളിലുള്ളത്. മനസ്സിലായോ? അപ്പോ ഈ ഇതില് അവർ പറയുന്ന കാര്യം ഈ രണ്ട് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ആർട്ടിക്കിളിന്റെ മൊത്തം പാരഗ്രാഫ് ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന കാര്യം രണ്ട് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റുകൾ ക്ലൈമറ്റ് ചേഞ്ചിന് പിന്നീട് പ്രതിരോധിക്കാനുള്ള പോളിസീസ് അതിലേക്ക് ആ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നതിലേക്ക് രണ്ട് രീതിയിൽ പോകാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് കോടതികൾ, ഇപ്പം ഈ പറഞ്ഞ കേസിൽ ഉൾപ്പെടെ ഉണ്ടാവുന്ന കോടതി വിധികൾ, ആ കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റുകൾ പോളിസീസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ പോളിസീസ് ബേസിസിൽ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാവുന്നു. പക്ഷെ അതെന്ന് വെച്ചാൽ എല്ലാം പീസ്മീലായിട്ട് വരുന്ന പോളിസീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഇഫക്റ്റീവായിട്ട് ഗവൺമെന്റുകൾ നടപ്പാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഓരോ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഓരോ നിയമങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെ ആയിരിക്കും. പക്ഷെ അതിനേക്കാളും നല്ലത് ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു നിയമം ഉണ്ടാവുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്. അതിന് ഇപ്പം ലോകത്ത് നമുക്ക് മോഡലാക്കാവുന്ന നിയമങ്ങൾ ഓൾറെഡി വേൾഡിലുണ്ട്. ഒന്ന് UK നിയമത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ക്ലൈമറ്റ് ചേഞ്ചിന് അഗേൻസ്റ്റ് ആയിട്ട്. പിന്നെ കെനിയയുടെ നിയമത്തിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. UK നിയമം ആ സിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സിൻസ് UK ഈസ് എ ഡെവലപ്ഡ് നേഷൻ, ദേ ക്യാൻ ആക്ച്വലി ഫ്രെയിം ലോസ് ഫോർ മിറ്റിഗേറ്റിംഗ് ദ ചേഞ്ചസ് ഓഫ് ക്ലൈമറ്റ്, അല്ലെങ്കിൽ മിറ്റിഗേഷൻ എഫേർട്സ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പാക്കാവുന്ന രീതിയിലുള്ള റെഗുലേഷൻസ് അവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ആ രീതിയിലാണ് അവിടെ നിയമങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത്. അതായത് ഇപ്പൊ ഭാവിയിൽ ഒരു പ്രോജക്റ്റ് കൊണ്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ എത്ര കാർബൺ ഇപ്പൊ ഒരു കാർബൺ ബഡ്ജറ്റ് ഒക്കെ അവർ ഉണ്ടാക്കിയിട്ട് ആ കാർബൺ ബഡ്ജറ്റിന്റെ അകത്ത് നിൽക്കാനുള്ള കംപ്ലീറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കി അതിനെ ഓവർസീ ചെയ്യുന്ന അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന റെഗുലേഷൻസ് ഉണ്ടാക്കി ആ കാർബൺ ബഡ്ജറ്റിന്റെ അകത്ത് ഓരോ വർഷത്തെ എമിഷൻസ് നിലനിർത്തുക. ആ രീതിയിലൊക്കെയാണ് UK. പക്ഷെ അത് നമുക്കത് പോസിബിൾ അല്ല. കാര്യം നമ്മൾ UK പോലെ ഡെവലപ്ഡ് നേഷൻ അല്ല, നമ്മളൊരു ഡെവലപ്പിംഗ് നേഷനാണ്. അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഹാർഷ് ആയിട്ടുള്ള മെഷേഴ്സ് എടുത്ത് മുമ്പോട്ട് പോകാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ അതിനേക്കാളും നല്ല നമുക്ക് കുറച്ചുകൂടി അഡാപ്റ്റേഷൻ മെഷേഴ്സിലേക്ക് പോകുന്നതാണ്. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ചിനൊപ്പം അതിന് ഓരോ പ്രോജക്റ്റുകൾ വരുന്ന സമയത്തും ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കി ക്ലൈമറ്റ് ഇമ്പാക്ട് എത്രയാണെന്ന് അളന്ന് അതിനകത്ത് നിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള അഡാപ്റ്റേഷൻ മെഷേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു അഡാപ്റ്റേഷൻ മിറ്റിഗേഷൻ നമ്മുടെ ഡിഫറൻസ് അറിയാമല്ലോ, ആ ഒരു രീതിയിൽ മുമ്പോട്ട് കൊണ്ടുള്ള ഇതായിരിക്കും നമുക്ക് നല്ലത്. അത് ആണ് യഥാർത്ഥത്തിൽ ഈ കെനിയയിലൊക്കെ ഉണ്ടാക്കിയ നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഈ കെനിയയിലെ നിയമത്തിന്റെയും UK നിയമത്തിന്റെയും കൂടെ ഒരു സമ്മിശ്രമായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ട് ഉണ്ടാക്കി
ഒരു എനേബിളിംഗ് ഇതിൽ ഈ ആക്ച്വലി ഈ ഒരു നിയമം ഇപ്പൊ ഈ സുപ്രീം കോടതിയുടെ വിധി ഈ രഞ്ജിത് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസ് തന്നെ വരാൻ കാരണം അതെന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സെക്കൻഡ് ഇവിടെ ഉണ്ടായിരുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്ന ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്, ഒരു ബേർഡ് ആണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. അപ്പം ഈ സംഭവത്തിന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി ഈ ഇടയ്ക്ക് സുപ്രീം കോടതിയാണോ ഹൈക്കോടതിയാണോ സുപ്രീം കോടതിയാണോ അതായത് ബോംബെ ഹൈക്കോർട്ടാണോ കുറെ മെഷേഴ്സ് എടുത്തു. അതായത് ഈ നമ്മളുടെ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ജനറേഷൻ ആണല്ലോ സോളാർ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി പവർ ജനറേഷൻ എന്ന് പറയുന്നത്. ഈ റിന്യൂവബിൾ എനർജി പവർ ജനറേഷന് വേണ്ടിയിട്ട് ഈ ഗ്രിഡ് ഒക്കെ ഉണ്ടാക്കിയ സമയത്ത് അത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്ന ഈ എൻഡേഞ്ചേർഡ് സ്പീഷീസിന്റെ ആവാസ വ്യവസ്ഥയിലാണ്, അതുകൊണ്ട് കുറെ ആ ബേർഡ്സ് ആയി കില്ല് ചെയ്യപ്പെടുന്നു എന്നും പറഞ്ഞ് ആരൊക്കെ കുറച്ച് എൻവയോൺമെന്റലിസ്റ്റുകളെ കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ അവിടുത്തെ ആ ഗ്രിഡ് ഒക്കെ മാറ്റി സ്ഥാപിക്കണം എന്നൊക്കെയുള്ള വിധി വന്നു. അപ്പൊ ഗവൺമെന്റ് പോയി അവിടെ വാദിച്ചു ഈ ക്ലൈമറ്റ് മിറ്റിഗേഷൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് അഡാപ്റ്റേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ലോവർ കാർബൺ എമിഷനുള്ള ഇത്തരത്തിലുള്ള എനർജി പ്രൊഡക്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ള രീതിയിൽ ഗവൺമെന്റ് കോടതി വാദിക്കുകയാണ്. അപ്പൊ സുപ്രീം കോടതി അത് അംഗീകരിച്ചിട്ട് ഇതിന് തന്നെ ഈ പറഞ്ഞ എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ല പിന്നീട് ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് തന്നെ കൂടുതൽ പ്രാധാന്യം കൊടുത്തു ഉള്ളൊരു വിധിയാണ് വന്നേക്കുന്നത്. അപ്പോഴാണ് ഈ പിന്നെ റൈറ്റ് ടു ലൈഫും അതുപോലെ റൈറ്റ് ടു ഇക്വാലിറ്റിക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് ഉള്ള ചില പ്രൊനൗൺസ്മെന്റ്സ് ആ കോടതിയുടെ വിധിയുടെ ഭാഗമായിട്ട് ഉണ്ടായത്. അപ്പം അത് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ രഞ്ജിത് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിൽ എന്തിനെ കുറിച്ചാണുള്ള വിധിയാണ് വന്നതെന്നുള്ള കാര്യം. അപ്പൊ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അവിടെ വന്നിരുന്നത്. ആദ്യം അവര് ഈ എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് ആദ്യം കോടതി വിധി വന്നത്. അതിപ്പോ അവര് മാറ്റി കുറച്ചുകൂടെ ഗവൺമെന്റിന്റെ ആ ഒരു തിങ്കിങ്ങിന്റെ സൈഡിൽ നിന്നും കൂടെ ഉള്ളൊരു വിധിയാണ് ഇപ്പൊ പുറപ്പെടുവിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിലവർ പറയുന്നത് ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ ഇതിന്റെ ഒരു ലെജിസ്ലേഷൻ, ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ലെജിസ്ലേഷൻ ഇപ്പൊ ഇല്ല, അങ്ങനെ ഒരു ലെജിസ്ലേഷൻ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ്. ലെജിസ്ലേഷൻ ഉണ്ടാവണോ അതോ ഇത്തരത്തിലുള്ള കോടതി വിധികൾ വരുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അപ്പം ഇത് പറയുന്നത് ലെജിസ്ലേഷൻ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതാകുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആ ലെജിസ്ലേഷൻ നമ്മളെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ത്രൂ നമുക്കിത് ഓരോന്നും ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ഇംപ്ലിമെന്റിംഗ് മെക്കാനിസം ഉണ്ടാവും ലെജിസ്ലേഷൻ വഴി ആകുമ്പോഴത്തേക്ക്. അതൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെ ലെജിസ്ലേഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ UK എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്, കെനിയയുടെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. UK എക്സാമ്പിളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹാർഷ് ആയിട്ടുള്ള മെഷേഴ്സ് ഒക്കെയാണ്. അപ്പം കൂടുതലും മിറ്റിഗേഷൻ എഫേർട്സിനെ കുറിച്ച് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ UK മെഷർ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ UK ഈസ് ഡെവലപ്ഡ് നേഷൻ, നമ്മൾ പക്ഷേ ഡെവലപ്പിംഗ് നേഷൻ ആണ്. അതുകൊണ്ട് നമ്മുടെ ഡെവലപ്മെന്റൽ ആസ്പെക്ട്സ് കൂടെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് കെനിയയുടെയും UK കൂടെ ഒരു മിശ്രിതമായിട്ടുള്ള ഒരു മിക്സർ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കിലേക്ക് പോകുന്നതാണ് നല്ലത്. പിന്നെ ഇത് ഒരിക്കലും കംപ്ലീറ്റ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലോ ആവാൻ പാടില്ലെന്ന് അവർ പറയുന്നുണ്ട്. ഒരു ഫെഡറലിസം പ്രൊമോട്ട് ചെയ്യുന്ന, അതായത് സ്റ്റേറ്റുകൾ പലപ്പോഴും ഈ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ മിറ്റിഗേഷൻ എഫേർട്ടുകൾ എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുന്ന സംഗതി സ്റ്റേറ്റുകൾ അതുപോലെ സ്റ്റേറ്റിന്റെ താഴെയുള്ള സ്ഥാപനങ്ങളായിട്ടുള്ള ലോക്കൽ ബോഡീസ് ഇവരെല്ലാം കൂടി ചേർന്ന് നടപ്പാക്കേണ്ട. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലോ അല്ലാതെ സ്റ്റേറ്റുകൾക്കും മറ്റ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും പാർട്ടിസിപ്പേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള നിയമം ആയിരിക്കണമെന്നും പിന്നെ അതിൽ തന്നെ സിവിൽ സൊസൈറ്റി, ഇൻഡസ്ട്രീസ്, അതുപോലെ നമ്മളെ ആ ഏരിയയിലുള്ള ആൾക്കാർ ഇവർക്കെല്ലാം അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കണമെന്നും അത്തരത്തിലേക്കാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. ആ നിയമം എങ്ങനെയുള്ള നിയമമായിരിക്കണം എന്നുള്ളതാണ് ലാസ്റ്റ് പാർട്ടിലോട്ട് പറയുന്നത്. അപ്പൊ എന്തായാലും ഇത് വായിച്ചു നോക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു സിനോപ്സിസ് ഉണ്ടാക്കുക. ഇനി ഇത് നമുക്ക് വേണ്ട കാര്യം ഇതെന്ന് വെച്ചാല് നമ്മളുടെ പാർലമെന്റിൽ മുസ്ലിം റെപ്രസെന്റേഷൻ കുറഞ്ഞു വരുന്നതിനെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ്. അത് ഒബ്വിയസ്ലി അതൊരു വിഷയം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ അറൌണ്ട് 15 to 16% പോപ്പുലേഷനുള്ള ഇന്ത്യയിലെ ലാർജസ്റ്റ് മൈനോറിറ്റിയാണ്. അവരുടെ പാർട്ടിസിപ്പേഷൻ എല്ലാ കമ്മ്യൂണിറ്റീസിനും എല്ലാ ജെൻഡർ ഗ്രൂപ്പിനും എല്ലാം യഥാർത്ഥത്തിൽ അഡ്യൂക്കേറ്റഡ് റെപ്രസെന്റേഷൻ നമ്മുടെ പാർലമെന്റിൽ വേണം. അപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ റെപ്രസെന്റേഷൻ കുറയാൻ ശരിയല്ല. പക്ഷേ അത് നമ്മളുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് അതിന്റെ ഡിസ്കഷന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ദ റോട്ട് ഇൻ ഇന്ത്യാസ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതും കൂടുതലും പറഞ്ഞേക്കുന്ന ഈ NTA ആക്ടിവിറ്റീസിനെ കുറിച്ചാണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ. അത് വന്നതിന് ശേഷം ഉണ്ടായ വിഷയങ്ങളെ കുറിച്ചുമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല.
പിന്നെ ഇത് ആന്ധ്രാപ്രദേശിന്റെ ലോക്കൽ വിഷയങ്ങളാണ്. പിന്നെ ബുംറ, ഞാൻ ഇതാ പറഞ്ഞ ബുംറയാണ് വേൾഡിലെ ബെസ്റ്റ് ബൗളർ എന്ന് സ്ഥാപിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ബുംറ ഫാസ്റ്റർ മീനർ ആൻഡ് സ്റ്റിഞ്ചിയർ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. അത് സ്പോർട്സ് ആണ്, വേണമെന്നുള്ളവർ വായിച്ചു നോക്കുക. അതിന്റെ തൊട്ടടുത്ത പേജിലേക്ക് പോകുമ്പോൾ തമിഴ്നാടിന്റെ ഫിനാൻഷ്യൽ ഡിസ്ട്രസിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ഉണ്ട്. അതും ഒരു സ്റ്റേറ്റ് ലെവൽ വിഷയം ആയതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. താഴോട്ട് വരുമ്പോൾ ഷുഡ് എഡ്യൂക്കേഷൻ ബി ബ്രോട്ട് ബാക്ക് ടു ദ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്. അത് നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് ഈ നീറ്റ് വിഷയവും അതുപോലെ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിഷയമൊക്കെ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ എന്നാലും ഇതിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് പ്രൊവിഷൻസിനെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതിന് പൊളിറ്റിയായിട്ടും ബന്ധമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. അപ്പൊ ഇത് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറഞ്ഞൊരു ആക്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയായിരിക്കുമല്ലോ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫോർമേഷനിലേക്ക് നയിച്ച ഒരു ആക്ടുകളിൽ ഒരെണ്ണമാണ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മളെ ഇന്ത്യയിൽ ഒരു ഫെഡറൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത ആ ആക്ട് വഴിയാണെന്നാണ് പറഞ്ഞത്. ഫെഡറൽ സ്ട്രക്ചർ, അതായത് സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നൊരു സംഭവം കാണും, സ്റ്റേറ്റുകളും കാണും. സ്റ്റേറ്റുകളുടെയും സെൻട്രലിന്റെ ഇടയിൽ പവർ ഷെയർ ചെയ്യുന്ന ആ ഒരു ഫെഡറൽ സംഭവം, ഫെഡറൽ സ്ട്രക്ചർ എന്ന സംഗതി ഫോം ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വഴിയാണ്. അപ്പൊ എഡ്യൂക്കേഷൻ അന്ന് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്ന സംഗതി ആ ആക്ട് വരുമ്പോഴും എഡ്യൂക്കേഷൻ ആക്ച്വലി പ്രൊവിൻഷ്യൽ ലിസ്റ്റിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ആ ബ്രിട്ടീഷ് പീരീഡിൽ പ്രൊവിൻഷ്യൽ ലിസ്റ്റിൽ, അതായത് സ്റ്റേറ്റുകളുടെ ലിസ്റ്റിലാണ്, അന്ന് പ്രൊവിൻസസ് ആയിരുന്നു. അപ്പൊ പ്രൊവിൻസസിന്റെ ലിസ്റ്റിലാണ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. പക്ഷേ ഇൻഡിപെൻഡൻസിന് ശേഷം കുറച്ചു കാലം അത് അങ്ങനെ തുടർന്നു. പ്രൊവിൻഷ്യൽ ലിസ്റ്റ് എന്നുള്ള മാറി സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന പേരായി. കാര്യം ബ്രിട്ടന്റെ പീരീഡിൽ പ്രൊവിൻസസ് ആയിരുന്നു. പിന്നീട് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഉണ്ടാവുന്നു. അപ്പൊ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ അത് സ്റ്റേറ്റുകളായിട്ട് അറിയപ്പെടാൻ തുടങ്ങി. അപ്പം അന്ന് ഒരു പ്രൊവിൻഷ്യൽ ലിസ്റ്റിൽ നിർത്തിയിരുന്ന എഡ്യൂക്കേഷൻ നെഹ്റു മിനിസ്ട്രി അതെടുത്ത് സ്റ്റേറ്റ് ലിസ്റ്റ് ആക്കി. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റും പ്രൊവിൻഷ്യൽ ലിസ്റ്റും സെയിം തന്നെയാണ്. അപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം കുറെ വർഷം ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, സ്റ്റേറ്റ് ലിസ്റ്റിൽ തന്നെ. ഇപ്പൊ പക്ഷെ അത് കൺകറന്റ് ലിസ്റ്റിലാണ്. അതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റിന് പല നിയമങ്ങൾ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷേ എമർജൻസിയുടെ പീരീഡിൽ ഇന്ദിരാഗാന്ധി സ്വരൺ സിംഗ് കമ്മിറ്റി, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, സ്വരൺ സിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തു. സ്വരൺ സിംഗ് കമ്മിറ്റി. ഈ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാല് കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കാനായിരുന്നു. അപ്പം എമർജൻസി പീരീഡിൽ സ്വരൺ സിംഗ് കമ്മിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് ദേ വെയർ അപ്പോയിന്റഡ് ബൈ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഡ്യൂറിംഗ് ദ എമർജൻസി പീരീഡ് ടു പ്രൊവൈഡ് റെക്കമെൻഡേഷൻസ് ഫോർ അമെൻഡ്മെന്റ്സ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ സ്വരൺ സിംഗ് കമ്മിറ്റി റെക്കമെൻഡേഷൻ കൊടുക്കുകയാണ്. അപ്പൊ ആ റെക്കമെൻഡേഷനിൽ ഒരെണ്ണം എന്ന് വെച്ചാല് എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിൽ ആക്കണം എന്നുള്ളതായിരുന്നു 76-ല്. അപ്പൊ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വരെയാണ്. 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഒരുപക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്നത്. അതിനെ പിന്നീട് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. അതുവഴിയാണ് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്ന സംഭവം അമെൻഡ് ചെയ്യുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആക്ച്വലി അമെൻഡബിൾ അല്ല എന്നായിരുന്നു ബരുവാരി കേസിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ വിധി. അതിനുശേഷം കേശവാനന്ദ ഭാരതി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാം, അതിന്റെ ബേസിക് ആയിട്ടുള്ള ടെനറ്റ്സ് നിലനിർത്തിക്കൊണ്ടെന്ന് അവരുടെ വിധി വരുന്നു. അപ്പം ഈ 42nd അമെൻമെന്റിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളും അമെൻഡ് ചെയ്യാണ്. അതിൽ സെക്യുലർ എന്നും സോഷ്യലിസ്റ്റ് എന്നൊക്കെയുള്ള വേർഡുകൾ ആഡ് ചെയ്തത് അതുവഴിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആണ് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. അതുകൊണ്ടാണ് അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസിലായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. അപ്പോഴാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവം കൺകറന്റ് ലിസ്റ്റിലേക്ക് എടുത്ത് ഇടുന്നത്. അപ്പൊ കൺകറന്റ് ലിസ്റ്റിൽ ഇട്ടത് വേറൊന്നും കൊണ്ടല്ല, കുറച്ചുകൂടെ ഈ ഒരു നാഷണലിസ്റ്റിക് വ്യൂവിലുള്ള പോളിസീസും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ അതുവഴി കഴിയും എന്നൊക്കെയുള്ള കാര്യം കൊണ്ടാണ്. ഇപ്പോ ജനതാ പാർട്ടി ഗവൺമെന്റ് പിന്നെ ഈ എമർജൻസിക്ക് ശേഷം ജനതാ പാർട്ടി ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണ്. അവര് 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് 1978 കൊണ്ടുവരുന്നത്. ഈ 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. ഒറിജിനലി ഒരു സെക്കൻഡ്, in the originally written constitution there were 7 fundamental rights. Out of them, one fundamental right was right to property. That right to property was changed into a legal right instead of fundamental right through 44th amendment by Morarji Desai government എന്ന് നമ്മൾ 1978 എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ 44th amendment പാസ്സാക്കുന്ന സമയത്ത് ഒരുപാട് 42nd അമെൻമെന്റിലെ പിന്നീട് ചേഞ്ചസ് അവര് പലതും കോൺട്രവേഴ്സ്യൽ ആയിരുന്നു. അത് അവർ റിവേഴ്സ് ചെയ്തു.
അപ്പം ഇതില് എഡ്യൂക്കേഷനെ വീണ്ടും സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള അമെന്റ്മെന്റും പാസ്സാക്കി. അമെന്റ്മെന്റ് പാസ്സായില്ല, രാജ്യസഭയിലേ പാസ്സായുള്ളത്, ലോക്സഭയിൽ പാസ്സായില്ല ആ ബില്ല്. അതുകൊണ്ട് തന്നെ ലോക്സഭയിൽ രാജ്യസഭയിൽ പാസ്സായാലല്ലേ എഡ്യൂക്കേഷൻ വീണ്ടും രണ്ടും പെട്ടെന്ന് പാസ്സായാലല്ലേ അത് ആക്ട് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് പാസ്സായില്ല. അപ്പൊ ഇന്റർനാഷണൽ പ്രാക്ടീസസ് എന്താണെന്ന് ഇതിൽ പറയുന്നത്? ഇന്റർനാഷണൽ പ്രാക്ടീസ് US-ലൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ തന്നെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ഗവൺമെന്റുകളാണ് എഡ്യൂക്കേഷന്റെ സ്റ്റാൻഡേർഡ്സും എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട പോളിസീസും ഒക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ അവിടുത്തെ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയാവുന്ന അവിടുത്തെ യൂണിയൻ ഗവൺമെന്റ് അവരുടെ ഫെഡറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ജസ്റ്റ് ഒന്ന് റെഗുലേറ്റ് ചെയ്യത്തേ ഉള്ളൂ. അവിടെ കാനഡയിൽ കംപ്ലീറ്റ്ലി പ്രൊവിൻസസ് ആണ് നോക്കുന്നത്. ജർമ്മനിയിൽ, അതായത് കാനഡയിൽ കംപ്ലീറ്റ്ലി സ്റ്റേറ്റ് ലിസ്റ്റിലാണ് അവിടുത്തെ എഡ്യൂക്കേഷൻ വരുന്നത്. US-ലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയാം. ജർമ്മനിയിൽ അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ പക്ഷേ ഓൾമോസ്റ്റ് ഇന്ത്യ പോലെയാണ്. അതൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പം ഇതിലിപ്പം ലാസ്റ്റില് വാട്ട് ക്യാൻ ബി ദ വേ ഫോർവേഡ് എന്നൊരു കൺക്ലൂഷൻ പറയുന്നുണ്ട്. അതിൽ അവർ പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് തന്നെ എഡ്യൂക്കേഷൻ കൊണ്ടുവരിക. സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, കാര്യം ഇപ്പം കൺകറന്റ് ലിസ്റ്റിൽ ഇട്ടേക്കാനുള്ള കാരണമായിട്ട് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യാനും കറപ്ഷൻ കുറയ്ക്കാനും ഒക്കെയാണെന്നാണ്. പക്ഷേ ഈ NDA എന്ന് പറയുന്ന സംഭവത്തിന്റെ ഇപ്പോഴത്തെ ഫെയിലുവേഴ്സ് നോക്കുമ്പോഴത്തേക്ക് കറപ്ഷൻ എന്നുള്ള സംഭവം ഒന്നും കുറയുന്നൊന്നുമില്ല എന്ന് മനസ്സിലാവും. അപ്പോ അത് മാത്രമല്ല, ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എല്ലാ കാൽക്കുലേഷൻസും നടത്തി നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന കാര്യം ഏതാണ്ട് 76% സ്റ്റേറ്റ്സ് ആണ് സ്പെൻഡ് ചെയ്യുന്നത്. 76% സ്റ്റേറ്റ്സും 24% സെന്ററുമാണ്. അപ്പൊ 76% സ്റ്റേറ്റുകളാണ്. അപ്പം പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കുറച്ചുകൂടെ ബലമായിട്ടുള്ളൊരു കാരണമായ കാര്യം അതിന്റെ എക്സ്പെൻസസ് പോലും 3/4 കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് സ്റ്റേറ്റ്സ് ആണ്. അപ്പോ കറപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്ലാങ്കും ഈ NTA പോലുള്ള സംവിധാനം വന്നപ്പോഴത്തേക്ക് സ്റ്റേറ്റിൽ നടക്കുന്നുണ്ട്, സെൻട്രലിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എഡ്യൂക്കേഷനെ സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ഒരു സെൻട്രലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ റെഗുലേറ്റ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. അതായത് ഇപ്പൊ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നമ്മളുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് പോലെ, അതുപോലെ UGC കോളേജ് എഡ്യൂക്കേഷൻ റെഗുലേറ്റ് ചെയ്യുന്ന പോലെ, അതുപോലെ റെഗുലേറ്റേഴ്സ് മാത്രം മതി. അതുപോലെ ഒരു സംവിധാനമാണ് US-ലുള്ളത് എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ആർട്ടിക്കിളിന്റെ ഇതില് ശരി തെറ്റുകളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ എന്റെ അഭിപ്രായം ഇപ്പോഴത്തെ രീതിയിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഒരു NTA ഫെയിലിയർ ആയതുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ എഡ്യൂക്കേഷൻ എടുത്ത് സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പല സ്റ്റേറ്റുകളും ഭരിക്കുന്നത് വളരെ നാരോ മൈൻഡഡ് ആയിട്ടുള്ള തിങ്കിങ് ഉള്ള റീജിയണൽ പാർട്ടീസ് ആണ്. നാഷണൽ പാർട്ടീസ് ആണ് ഇന്ത്യ മുഴുവനും ഭരിക്കുന്നത്. ഇപ്പം കോൺഗ്രസും BJP മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ രണ്ട് പാർട്ടീസ് ആയിട്ട്, ലൈക്ക് ഡെമോക്രാറ്റിക് പാർട്ടി ആൻഡ് റിപ്പബ്ലിക്കൻ പാർട്ടി ഇൻ USA. അവിടെ അതുകൊണ്ടാണ് അത് പ്രശ്നമില്ലാത്ത. അപ്പം ഡെമോക്രാറ്റിക് പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി USA പോലെ ഇന്ത്യയിലും BJPയും കോൺഗ്രസും മാത്രമാണ് ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റും ഭരിക്കുന്നത്. മാറിയും തിരിഞ്ഞുവാങ്ങി ഒരു പ്രോബ്ലം അല്ല. ഇങ്ങനെ ഒരു സംവിധാനം സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് ഇടുന്നതിന് കുഴപ്പമില്ല. അതേ സമയത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും സെക്ടേറിയൻ തിങ്കിങ് ഉള്ള സ്റ്റേറ്റുകൾ വരെ, പിന്നെ പാർട്ടികൾ വരെ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളും ഭരിക്കുന്നുണ്ട്. ഇപ്പൊ നോർത്ത് ഈസ്റ്റില്, കാശ്മീരിലൊക്കെ അങ്ങനെ സംഭവിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ കംപ്ലീറ്റ് പെറോഗേറ്റീവാണ് എഡ്യൂക്കേഷൻ ഉള്ളതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് അട്ടർ നോയ്സൻസ് എഴുതി വെച്ചേക്കുന്ന ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ. കാര്യം അമേരിക്കയോടും കാനഡയോടും ജർമ്മനിയോടും ഇന്ത്യയെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പറയുന്നത് ഇന്ത്യ ഈസ് എ സബ് കോണ്ടിനെന്റ് എന്നാണ്, അല്ലെങ്കിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നിലനിൽക്കുന്ന രാജ്യമാണെന്നാണ്. അപ്പോൾ അവിടെ നാഷണലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിലെ എഡ്യൂക്കേഷൻ അതിന്റെ കരിക്കുലം ഒക്കെ ഡെവലപ്പ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഡിഫറെന്റ് വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും യൂണിയൻ ലിസ്റ്റിൽ തന്നെ, അല്ല കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളതായിരിക്കും നല്ലത് എന്ന് എന്റെ അഭിപ്രായമാണ്. ബാക്കി നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. ഓക്കെ, പിന്നെ ഇന്ന് ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ, ജൂലൈ 1. ജൂലൈ 1 പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ BNS ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അതുപോലെ ഭാരതീയ സാക്ഷി അധിനിയം എന്നീ സംഭവങ്ങൾ ഇന്ത്യൻ പീനൽ കോഡിനും CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡിനും ഇന്ത്യൻ എവിഡൻസ് ആക്ടിനും അഗെയിൻസ്റ്റ് ഒരു പകരം നിലവിൽ വരുന്നു. സോ ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക് ഡേ ഫോർ ഇന്ത്യ ദാറ്റ് ഇന്ത്യ ഈസ് ഗോയിങ് ടു ഇംപ്ലിമെന്റ് new laws, new set of laws to govern our criminal justice system in India. അപ്പോൾ അതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ന്യൂസുകൾ കാണാം. അത് നോക്കിയോ. DRDO takes up study on development of indigenous conventional submarines. ഇന്ത്യ ഇപ്പോൾ ഒരുപാട് സബ്മറൈൻസ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അത് DRDO ആണ് മിക്കപ്പോഴും അതിന്റെ
ഫൈൻ ബ്ലൂ പ്രിന്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതിന്റെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ന്യൂസുകളാണ്. നമ്മള് കുറെ ഈ ഇടയ്ക്ക് സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻ എന്നൊക്കെ പറഞ്ഞ് കുറേ സബ്മറൈൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത്. സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് സബ്മറൈൻ ആണ് സ്കോർപിയൻ ക്ലാസ്. അത് ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തെ പല രാജ്യങ്ങൾക്കും സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻസ് ഉണ്ട്. ഇതിൽ ഇന്ത്യ INS കൽവാരി, INS ഖണ്ഡേരി എന്ന് പറഞ്ഞ 5-6 സബ്മറൈൻസ് ഇപ്പൊ ഉണ്ടാക്കി. അതിന്റെ കാര്യമൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ INS അരിഹന്ത് എന്ന് പറഞ്ഞൊരു സബ്മറൈൻ ഉണ്ട്, അതിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്തായാലും പഠിക്കണം. INS അരിഹന്ത് ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ന്യൂക്ലിയർ സബ്മറൈൻ ആണ് INS അരിഹന്ത്. INS അരിഹന്ത് ഈസ് ദ ഫസ്റ്റ് ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ന്യൂക്ലിയർ സബ്മറൈൻ ബൈ ഇന്ത്യ. ആണവാന്തർവാഹിനി ന്യൂക്ലിയർ സബ്മറൈൻ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് ആണ് INS അരിഹന്ത്. അതൊക്കെ അവിടെ പറഞ്ഞു. DRDO എന്താണെന്ന് അറിയാമല്ലോ, ഇന്ത്യയുടെ പ്രീമിയം ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷൻ. DRDOയുടെ എക്സ്പാൻഷൻ തന്നെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. പിന്നെ ശ്രീലങ്കയുടെ ഒരു അത് ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഞാൻ വീണ്ടും പറയുന്നില്ല, പോട്ടെ. ജനറൽ ദ്വിവേദി അസ്യൂംസ് ചാർജ് ആസ് 30th ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ്. ഇന്ത്യൻ ആർമിയുടെ ചീഫായിട്ട്, ഇന്ത്യൻ ആർമിയുടെ ചീഫിനെ നമ്മൾ ജനറൽ എന്നാ പറയുന്നത്. ഇത്രയും കാലം അത് മനോജ് പാണ്ഡെ ആയിരുന്നു. മനോജ് പാണ്ഡെയുടെ പീരീഡ് കഴിഞ്ഞു. പുതിയ ആള് ഉപേന്ദ്ര ദ്വിവേദി. ഉപേന്ദ്ര ദ്വിവേദി ന്യൂ ജനറൽ ഓഫ് ഇന്ത്യ. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ന്യൂ ആർമി ചീഫ്. ഇനി നെക്സ്റ്റ് പേജിൽ പോകുമ്പോ അവിടെ കൂടുതലും രാഷ്ട്രീയ കാര്യങ്ങളാ. അത് എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കും. നമുക്ക് ആവശ്യമുള്ള വല്ലതും ഉണ്ടോ നോക്കാം. ബംഗാൾ ഗവർണറിന്റെ ഒരു ഫോട്ടോ കാണാം. CV ആനന്ദ ബോസ്. ഹീസ് എ മലയാളി ഫോമർ IAS ഓഫീസർ. CV ആനന്ദ ബോസ്. താഴോട്ട് വരുമ്പം നരേന്ദ്രമോദി M വെങ്കയ്യ നായിഡുവിനെ കുറിച്ചുള്ള 3 ബുക്സ് റിലീസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. M വെങ്കയ്യ നായിഡു വാസ് ദ ഫോമർ വൈസ് പ്രസിഡന്റ്, ഈസ് ദ ഫോമർ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫോമർ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള 3 ബുക്സ്. അത് വേണമെങ്കിൽ പഠിച്ചോ. ഇവിടെ എഴുതിയിട്ടുണ്ട് ആ ബുക്സിന്റെ പേരെല്ലാം. വെങ്കയ്യ നായിഡു ലൈഫ് ഇൻ സർവീസ് എന്ന് പറയുന്ന ഫസ്റ്റ് ബുക്ക്. അതൊരു ബയോഗ്രഫിയാണ്. അത് എഴുതിയ നാഗേഷ് കുമാർ ആണ്. പിന്നെ സെലിബ്രേറ്റിംഗ് ഭാരത് ദ മിഷൻ ആൻഡ് മെസ്സേജ് ഓഫ് ശ്രീ വെങ്കയ്യ നായിഡു ആസ് 13th വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബുക്ക്. അത് IV സുബ്രാവു എഴുതിയതാണ്. പിന്നെ ലൈഫ് ആൻഡ് ജേണി ഓഫ് ശ്രീ M വെങ്കയ്യ നായിഡു എന്നൊരു ബുക്ക്. അത് സഞ്ജയ് കിഷോർ എഴുതിയ ബുക്ക്. അത് 3 ബുക്കുകൾ. അതിവിടെ ഹിന്ദുവിന്റെ ഈ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. പിന്നെ മൻ കി ബാത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് തുടർച്ചയായിട്ട് 3ാം തവണ ആയതിനു ശേഷമുള്ള മൻ കി ബാത്ത് എന്നുള്ളതായിരുന്നു ഇപ്പോഴത്തെ മൻ കി ബാത്തിന്റെ പ്രത്യേകത. അതില് അദ്ദേഹം താങ്ക് ചെയ്തു ഇന്ത്യയിലെ ആൾക്കാരെ, ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ഇലക്ഷൻ, വേൾഡിലെ ബിഗ്ഗസ്റ്റ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ, പീസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ സഹായിച്ചായിരുന്നാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നത്. വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഇലക്ഷൻ വാസ് കണ്ടക്ടഡ് in the last month in India. ഇന്ത്യയുടെ 18th ലോക്സഭ ഇലക്ഷൻ ആണ് വേൾഡിലെ ബിഗ്ഗസ്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അത്രയും ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വേറെ ഇലക്ഷനും ഇല്ല. ഓക്കെ, അവിടെ വേറെ ഒന്നും പറയാമല്ലോ. നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ വളരെ നമുക്ക് പ്രാധാന്യമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മോഡീസ് വിസിറ്റ് ടു മോസ്കോ ടൈംലി സെയ്സ് എക്സ്പേർട്സ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ്. 2017 ശേഷമാണെന്ന് തോന്നുന്നു പിന്നെ നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിനെ വിസിറ്റ് ചെയ്യാൻ റഷ്യയിൽ പോയിട്ടില്ല. അതല്ലാതെ അവർ പരസ്പരം മീറ്റ് ചെയ്തിട്ടുണ്ട് in various international forums, but he never visited Russia after 2017. So it is a timely മോസ്കോ വിസിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ബിക്കോസ് റഷ്യ വേൾഡില്, പ്രത്യേകിച്ച് റഷ്യയെ സംബന്ധിച്ച് വളരെ ടൈമിലാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ കാലം. കാരണം റഷ്യ വേൾഡില് ആകപ്പാടെ ഏലിയനേറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ റഷ്യയുടെ പ്രസിഡന്റ് ഇപ്പോ പല രാജ്യങ്ങളും വിസിറ്റ് ചെയ്തു. നോർത്ത് കൊറിയ വിസിറ്റ് ചെയ്തു, അതിനുശേഷം വിയറ്റ്നാം വിസിറ്റ് ചെയ്തു. അപ്പൊ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, വേൾഡിലെ ലാർജസ്റ്റ് ഡെമോക്രസി ആൻഡ് വൺ ഓഫ് ദി ലീഡിംഗ് നേഷൻസ് ഇൻ ദ വേൾഡ്, അതിന്റെ പ്രൈം മിനിസ്റ്റർ ആയ നരേന്ദ്രമോദി അങ്ങോട്ട് ചെല്ലുമ്പോൾ റഷ്യക്ക് ഇന്ത്യയുടെ അഫയേഴ്സിൽ റഷ്യക്കുള്ള അക്സെപ്റ്റൻസ് വേൾഡിനെ കാണിക്കാൻ പറ്റും എന്നുള്ളത് റഷ്യയെ സംബന്ധിച്ച് വളരെ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഇന്ത്യക്ക് യൂറോപ്പിനും അമേരിക്കയ്ക്കൊക്കെ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റും, ഇന്ത്യ റഷ്യ ഒരിക്കലും കൈവിടുന്നില്ല, ഇന്ത്യ ഏത് കാലഘട്ടത്തിലും റഷ്യ ഇന്ത്യയുടെ ഓൾ വെതർ ഫ്രണ്ട് ആണ് എന്നുള്ളത് നമ്മളുടെ ഒരു ഡിപ്ലോമാറ്റിക് മെസ്സേജ് മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കാനും പറ്റും. പിന്നെ അതല്ലാതെ വേറെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് മാരിടൈം റൂട്ട് എന്ന് പറയുന്ന റൂട്ട് വരുന്നുണ്ട്. ചെന്നൈന്ന് വ്ളാഡിവോസ്റ്റോക്ക് വരെ. വ്ളാഡിവോസ്റ്റോക്ക് റഷ്യയിലെ ഒരു സിറ്റിയാണ്. ഇതൊരു കണക്ടിവിറ്റി പ്രോജക്റ്റ് ആണ്. ചെന്നൈ തൊട്ട് വ്ളാഡിവോസ്റ്റോക്ക് വരെ ത്രൂ സി ഒരു റൂട്ട്. എനിക്ക് തോന്നുന്നു INSTയുടെ ഭാഗമാണെന്നാണ്. INSTC എന്താണ് നടത്തിയിരിക്കുക? ഇന്ത്യക്ക് റഷ്യക്കിടയിൽ വരുന്ന ഒരു കണക്ടിവിറ്റി പ്രോജക്റ്റ് ആണ്. അതിന്റെ എക്സ്പാൻഷൻ ഇന്ത്യൻ നാഷണൽ
ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ, INSTC, ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. അതിന്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക്. അത് നോക്കിക്കൊള്ളണം. അതുപോലെ ഇന്ത്യ റഷ്യയും ചേർന്ന് അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, എക്സ്ചേഞ്ച് ഓഫ് ലോ RELOS എന്നാണ് പിന്നെ എഗ്രിമെന്റ് പേര്. RELOS, റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ്. റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ്. അതെന്താണ്? ഇന്ത്യയുടെ റഷ്യയുടെ ലോജിസ്റ്റിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അതായത് നേവിക്കും ആർമിക്കും എയർഫോഴ്സിനൊക്കെ അത്യാവശ്യം വരുന്ന ഘട്ടങ്ങളിൽ ഇന്ത്യൻ നേവിക്ക് ഇന്ത്യൻ ആർമിക്കൊക്കെ റഷ്യയുടെ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റും. റഷ്യൻ ആർമിക്കും റഷ്യൻ നേവിക്കും റഷ്യൻ എയർഫോഴ്സിനൊക്കെ ഇന്ത്യൻ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള എഗ്രിമെന്റ് ഇന്ത്യക്കും US-നും ഇടയിലുണ്ട്. RELOS, റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ്. അതിപ്പോ സൈൻ ചെയ്യും. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ. പിന്നെ ഓയിൽ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ട്. അതായത് റഷ്യയുടെ നമ്മൾ ഭയങ്കര കൂടുതലായിട്ട് ഓയിൽ വാങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ ഓയിലിന്റെ പൈസ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഡോളറിലാണ് സാധാരണ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഡോളർ ഇന്റർനാഷണൽ ബാങ്കുകളൊന്നും റഷ്യക്ക് സെറ്റിൽ ചെയ്ത് കൊടുക്കത്തില്ല ഡോളറിൽ. കാര്യം എന്ന് വെച്ചാൽ റഷ്യക്കെതിരെ സാങ്ഷൻസ് ഉള്ളതുകൊണ്ട്. അപ്പൊ നമ്മൾ രൂപയിലൊക്കെ ഇപ്പൊ സെറ്റിൽ ചെയ്തോണ്ടിരിക്കുക. അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ട്, അതൊക്കെ ഡിസ്കസ് ചെയ്യും. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നു. പിന്നെ ഇന്ത്യക്ക് കുറെ ഡിഫൻസ് എക്യുപ്മെന്റ്സും അതിന്റെ പാർട്സും എല്ലാം റഷ്യയിൽ നിന്ന് കിട്ടാണ്ട്. റഷ്യയാണ് ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് ഡിഫൻസ് സപ്ലയർ എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ ഡിസ്കസ് ചെയ്യുക. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ആക്ച്വലി ഇപ്പൊ SCO സമ്മിറ്റ് ഉണ്ട്. SCO, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മിറ്റ്. SCO സമ്മിറ്റ് എന്ന് പറയുന്നത് കസാക്കിസ്ഥാന്റെ ക്യാപിറ്റലായ അസ്താനയിൽ വെച്ചാണ്. ഇപ്പൊ കസാക്കിസ്ഥാനാണ് ഉസ്ബെക്കിസ്ഥാന്റെ താഷ്കണ്ട്. കസാക്കിസ്ഥാന്റെ ക്യാപിറ്റലായ അസ്താനയിൽ വെച്ചാണ് SCO, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗ് നടക്കുന്നത്. അതിൽ റഷ്യൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ ഈസ് ഓൾസോ എ മെമ്പർ ഓഫ് SCO. Previously, Narendra Modi used to visit SCO summits, but now India is having big differences with China. So India is not ready to share stage with the Chinese president. That's why India is not. Indian Prime Minister is not participating in SCO summit. India is sending our External Affairs Minister Jaishankar for the meeting. അപ്പൊ അല്ലെങ്കിൽ SCO സമ്മിറ്റിൽ വെച്ച് ഇപ്പൊ SCO സമ്മിറ്റ് ഇപ്പൊ അടുത്ത ആഴ്ച നടക്കും. അത് അസ്താനല്ലേ, കസാക്കിസ്ഥാനിലെ അസ്താനല്ലേ വെച്ചാൽ നടക്കുന്നത്. അവിടെ വെച്ച് മോഡി മീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ. ഈ എൻ റൂട്ട് ടു മോസ്കോ മോഡി വിയന്നയും വിസിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വിയന്ന ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ഓസ്ട്രിയാസ്. ഈ വിയന്ന വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഏത് രാജ്യം വിസിറ്റ് ചെയ്യുന്ന? ഓസ്ട്രിയ. ഓസ്ട്രിയ ഇസ് എ വെരി ഫ്രണ്ട്ലി നേഷൻ ഓഫ് ഇന്ത്യ. ഇറ്റ് ഇസ് എ യൂറോപ്യൻ യൂണിയൻ കൺട്രി. വിയന്ന, ഓസ്ട്രിയയും വിസിറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ ഇതില് ചാർദം യാത്രയെ കുറിച്ചൊക്കെ ഉണ്ട്. അവിടെ ഫ്ലാഷ് ഫ്ലഡ് ഒക്കെ ഉണ്ടായി, അവലാഞ്ച് ഒക്കെ ഉണ്ടായി. ചാർദം യാത്ര എന്താണ്? ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരിനാഥ്, ഈ 4 സ്ഥലങ്ങളിലേക്കുള്ള ഉത്തരാഖണ്ഡിലെ 4 പിൽഗ്രിമേജ് പ്ലേസസിലേക്കുള്ള യാത്രയാണ്. ദിനേശ് കുമാർ ത്രിപാഠി, ഇന്ത്യയുടെ നേവൽ ചീഫ്. ഞാൻ ഇപ്പൊ ആർമി ചീഫിന്റെ പേരാ പറഞ്ഞത്, ഉപേന്ദ്ര ദ്വിവേദി. ഇത് ദിനേശ് കുമാർ ത്രിപാഠി, ദിനേശ് ത്രിപാഠി, TRIPATHI, ഇന്ത്യസ് നേവി ചീഫ്. പിന്നെ ഇത്രയൊക്കെയാണ് ഈ പേജ്. നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഇന്നിപ്പം ബിസിനസ് പേജ് ഇല്ല, മൺഡേ ആയതുകൊണ്ട്. അതിനടുത്ത പേജ് വേൾഡ് പേജ്. വേൾഡ് പേജില് പറയാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കിയാല് ഒന്നും പറയാനില്ല. എല്ലാം ഒരു നൈജീരിയയിൽ വലിയൊരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി. അത് ഒത്തിരി പേര് മരിച്ചു. നൈജീരിയ ടെററിസത്തിന് കുറച്ച് നൊട്ടോറിയസ് ആയിട്ടുള്ള രാജ്യമാണ്. അവിടുത്തെ ഏറ്റവും വലിയ ടെറർ ഗ്രൂപ്പാണ്. അവിടുത്തെ നല്ല മൊത്തം ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയൊരു ടെറർ ഗ്രൂപ്പാണ് ബോക്കോ ഹറം എന്ന് പറഞ്ഞ ടെറർ ഗ്രൂപ്പ്. BOKOHARAM, ബോക്കോ ഹറം. നൈജീരിയയുടെ ക്യാപിറ്റലാണ് അഹുജ. അല്ല, അഹുജ തന്നെ നൈജീരിയയുടെ ക്യാപിറ്റൽ, അഹുജ. നെക്സ്റ്റ് പേജ് കംപ്ലീറ്റ് സ്പോർട്സ് ആണ്. ഇന്ത്യയുടെ വേൾഡ് കപ്പ് വിന്നിംഗ് ടീമിന്റെ പെർഫോമൻസസിനെ കുറിച്ചാണ്. 125 കോടി 125 crores ആണ് BCCI പ്രഖ്യാപിച്ചിരിക്കുന്ന പാരിതോഷികം. എല്ലാ പ്ലെയേഴ്സിനും എനിക്ക് തോന്നുന്നു 5 കോടി കൂടുതൽ പൈസ കിട്ടും. പിന്നെ ഇന്ത്യയുടെ സ്റ്റാൾവാർട്ട് പ്ലെയേഴ്സ് ആയ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ T20 റിട്ടയർ ചെയ്തു. അതിനെ കുറിച്ചുണ്ട്. പിന്നെ വിംബിൾഡൺ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. വിംബിൾഡൺ വേൾഡിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ടെന്നീസ് ടൂർണമെന്റ് എന്ന് പൊതുവെ കരുതപ്പെടുന്നത് വിംബിൾഡൺ ആണ്. 4 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റുകളാണ് ഉള്ളത്. 4 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റുകളാണ് ഉള്ളത്. ഗ്രാൻഡ് സ്ലാം. ഓസ്ട്രേലിയൻ ഓപ്പൺ കഴിഞ്ഞു, ഫ്രഞ്ച് ഓപ്പൺ കഴിഞ്ഞു, ഇനി വിംബിൾഡൺ, അതായത് ലാസ്റ്റ് US ഓപ്പൺ. പിന്നെ ഫോർമുല 1 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് ജോർജ് റസൽ വിൻ ചെയ്തു എന്നൊരു ന്യൂസ് കാണാം. ജോർജ് റസൽ, അത് മെഴ്സിഡസിന്റെ ഡ്രൈവറാണ് ജോർജ് റസൽ.
അപ്പൊ അയാളാണ് വിൻ ചെയ്തത് ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ്. പിന്നെ എന്നത്തെ പോലെ യൂറോ കപ്പ് ജർമ്മനി നടക്കുന്ന ടൂർണമെന്റിനെ കുറിച്ച് കാര്യങ്ങളുണ്ട്. കോപ്പ അമേരിക്ക US നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ PV സിന്ധു വിംബിൾഡന്റെ പ്രിപ്പറേഷനെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ന്യൂസ് പേപ്പർ. ഇനി ഇന്നലത്തെ ന്യൂസ് പേപ്പർ നമുക്ക് ഓടിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം, ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് അത്രത്തോളം ന്യൂസുകളൊന്നും ഇല്ല ഇന്നലത്തെ. ഇതൊക്കെ ഇന്നത്തെ പത്രത്തിന്റെ ബാലൻസ് ആണ്, ഇവിടെ ഒന്നും പറയാനില്ല. ഇല്ല, ഒന്നും പറയാനില്ല ഇവിടെ ഒന്നും. അമരാവതിയെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ കാണാം. അമരാവതി എന്താണെന്ന് അറിയാമല്ലോ, ആന്ധ്രയുടെ പുതിയ ക്യാപിറ്റലാണ്. അപ്പൊ ഇന്നലത്തെ ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ ഇന്നലത്തെ ന്യൂസ് പേപ്പറിലും ഫ്രണ്ട് പേജിൽ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് സത്യം. കാര്യം ഇന്ത്യ വിൻ ചെയ്ത വേൾഡ് കപ്പ് വിൻ ചെയ്ത ന്യൂസ് ആണ് ഇന്നലത്തെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ ആകെ പറയാനുള്ളത്. അത് ഓൾറെഡി നമ്മൾ പല രീതിയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഇനി സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജിൽ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഏകനാഥ് ഷിൻഡെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ ഉണ്ട്. ഏകനാഥ് ഷിൻഡെ ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ ഈ വർഷം ഇലക്ഷൻ നടക്കും. അപ്പൊ ഇലക്ഷന് മുമ്പായിട്ട് ഇനിയിപ്പോ അങ്ങോട്ട് ഭയങ്കര പ്രധാന ഹരിയാനയിലും ഇലക്ഷൻ നടക്കാൻ പോയാ. ഈ വർഷം ഇനി ഇലക്ഷൻ നടക്കാൻ പോണ മെയിൻ സ്റ്റേറ്റുകൾ മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ് ആണ് മെയിൻ സ്റ്റേറ്റുകൾ. നെക്സ്റ്റ് പേജ്. ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന 2-3 ഫൈറ്റർ എയർക്രാഫ്റ്റുകളുണ്ട്. ഒന്ന് LCA Mk1A, വേറൊന്ന് LCA Mk1A ഉണ്ട്. വേറൊരു സംഭവം ഉണ്ടായിരുന്നു, LCA Mk2 ആണെന്ന് തോന്നുന്നു ഇനി അവർ ഡെവലപ്പ് ചെയ്യാൻ പോകണം. LCA Mk2 ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. അത് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഈ LCA Mk1 LCA എന്താണെന്ന് പറഞ്ഞിരിക്കുക, ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ്. ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. ഏറ്റവും ചെറിയ യുദ്ധവിമാനങ്ങളാണ് ലൈറ്റ്, വളരെ ലൈറ്റ് ആണ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ്. ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആണ് LCA Mk1A. അത് ഉണ്ടാക്കുന്ന HAL ആണ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. LCA Mk2 ഇപ്പോൾ അണ്ടർ ഡെവലപ്മെന്റ് ആണ്. ഇതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി അമേരിക്കയുടെ GE എന്ന് പറയുന്ന കമ്പനിയുടെ എഞ്ചിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജനറൽ ഇലക്ട്രിക്കിന്റെ F440 എന്ന് പറയുന്ന എഞ്ചിൻ ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ടെക്നോളജി ട്രാൻസ്ഫർ ഒക്കെ US കമ്പനി ഇന്ത്യക്ക് കൊടുക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ചൊക്കെ വലിയ ന്യൂസ് ഈ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ NDRF ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ്. NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, ഇന്ത്യയുടെ ദേശീയ ദുരിത നിവാരണ സേന NDRF, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. അതിന്റെ ഹെഡ് NDRFന്റെ ഡയറക്ടർ പീയൂഷ് ആനന്ദ്. NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ ഹെഡാണ് പീയൂഷ് ആനന്ദ്. പിന്നെ വേറെ അവിടെ ഒന്നും പറയാനില്ല. വേറെ NCPCRനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. NCPCR എന്താണ്? നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ദേശീയ ബാലാവകാശ കമ്മീഷൻ. കുട്ടികൾക്ക് വേണ്ടിയുള്ള NCPCR, കുട്ടികൾക്ക് വേണ്ടിയുള്ള നാഷണൽ കമ്മീഷനാണ്. അതിന്റെ ഹെഡാണ് പ്രിയങ്ക് കനുങ്കോ. അതിനടുത്ത പേജ് NSCയുടെ ചീഫായിരുന്നു പറയുന്നത്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ NSCയുടെ ചീഫാണ് രാജീവ ലക്ഷ്മൺ കരണ്ടിക്കർ. രാജീവ ലക്ഷ്മൺ കരണ്ടിക്കർ. അരവിന്ദ് പനഗരിയ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 16th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ. 16th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അരവിന്ദ് പനഗരിയ 16th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. ഇന്നലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിരുന്നു. അതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മഹാബലോനിസ് ആണല്ലോ. അദ്ദേഹത്തിന്റെ പേരിന്റെ സ്പെല്ലിംഗ് ആണ് ഭയങ്കര പ്രശ്നം എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ
ഇവിടെ ഉണ്ടായിരുന്നു. മഹാബലൻ ഇവിടെ നിങ്ങൾ നോക്കി എഴുതിക്കൊണ്ടായിരുന്നു സ്പെല്ലിംഗ്. മഹലനോബിസ് എന്നാണ്. മഹലനോബിസ് MAHALO ആണ്. LONOB മഹലനോബിസ്. പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. PC മഹലനോബിസ്. അദ്ദേഹത്തിനാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. പിന്നെന്താണ്, പിന്നെ CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ പുതിയ ചീഫ്. CBDT ആണ് ഇന്ത്യയുടെ ഡയറക്ട് ടാക്സ് ഡീൽ ചെയ്യുന്ന സെൻട്രൽ ഏജൻസി. CBDTയുടെ ചീഫ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ പുതിയ ചീഫ് രവി അഗർവാൾ. പിന്നെ നെക്സ്റ്റ് പേജ് സയൻസ് പേജ്. ഹിന്ദുവിൽ സൺഡേസിൽ സയൻസ് പേജ് വരും. പിന്നെ അടുത്ത FAQ പേജ്. FAQ പേജില് ഒരെണ്ണം എന്ന് വെച്ചാൽ NTA കുറിച്ചാണ്, അത് പറയുന്നില്ല. വാട്ട് വാസ് ദ ടസിൽ ഓവർ കോവാക്സിൻ IPR? അത് ഞാൻ ഈ ഇടയ്ക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള. കോവാക്സിൻ ഡെവലപ്പ് ചെയ്തത് CSIR, കൗൺസിൽ ഓഫ് സയന്റിഫിക്, CSIR അല്ല, സെൻട്രൽ ഗവൺമെന്റ് ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ICMR-ഉം ഭാരത് ബയോടെക് കൂടെ ചേർന്നാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ ഉപയോഗിച്ച കോവാക്സിൻ, കോവിഡിന്റെ വാക്സിനായ കോവാക്സിൻ ഡെവലപ്പ് ചെയ്തത് ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും ഭാരത് ബയോടെക്കും ചേർന്നാണ്. പക്ഷേ അതിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് IPR ഫയൽ ചെയ്യുന്ന സമയത്ത് ഭാരത് ബയോടെക് മനഃപൂർവ്വം ഈ ICMR-നെ ഒഴിവാക്കി. അത് വിവാദമായി. അതാണ് പ്രശ്നം. പിന്നെ വാട്ട് ഈസ് ഹോൾഡിംഗ് അപ്പ് ദ ടീസ്റ്റ ട്രീറ്റി എന്ന് പറഞ്ഞ ന്യൂസ് ആണ്. ടീസ്റ്റ എന്ന് പറഞ്ഞ റിവർ വാട്ടർ ട്രീറ്റിയെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. ടീസ്റ്റ റിവർ വാട്ടർ ട്രീറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ട്രീറ്റിയാണ്. പക്ഷേ അത് വെസ്റ്റ് ബംഗാളിൽ കൂടെ ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ്. അപ്പൊ ഇതിന്റെ വെള്ളം യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിനും അവകാശപ്പെട്ടതാണ്. പക്ഷെ അതങ്ങോട്ട് പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യാൻ മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിൽ അനുവദിക്കുന്നില്ല. അതാണ് വിഷയം എന്ന് പറയുന്നത്. അപ്പൊ ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന ഇപ്പൊ ഇന്ത്യ വിസിറ്റ് ചെയ്തു. അപ്പൊ ആ സമയത്ത് അവർ ആ മാറ്ററൊക്കെ ടേക്കപ്പ് ചെയ്തു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നടക്കാൻ പോയി. അതിനെക്കുറിച്ചാണ് ആവശ്യമുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കി. ഇന്ത്യയിൽ നിന്ന് അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ സിക്കിമിൽ നിന്നാണ്. ബ്രഹ്മപുത്രയുടെ ഒരു ട്രിബ്യൂട്ടറി ആണ് ഈ ഇതെന്ന് പറയുന്നത്. ഈ ടീസ്റ്റ എന്ന് പറഞ്ഞ റിവർ, സിക്കിമിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവറാണ്. ബംഗ്ലാദേശിലേക്കാണ് പോകുന്നത്. പിന്നെ IMF-നെ കുറിച്ചൊരു ആർട്ടിക്കിൾ ഇവിടെ വായിക്കാം. IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതിന്റെ പ്രവർത്തനത്തിലെ ചില അപാകതകളെ കുറിച്ച്. IMF ആക്ച്വലി 1944 വേൾഡ് ഉണ്ടാകുന്നത് ബ്രെട്ടൺ വുഡ് കോൺഫറൻസിൽ. 1944 ബ്രെട്ടൺ വുഡ് കോൺഫറൻസ് വഴിയാണ് ഉണ്ടാകുന്നതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ അമേരിക്കയ്ക്കും G7 നേഷൻസ്, G7 രാജ്യങ്ങൾ ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞാണ്, USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ, ഇതെല്ലാം വേൾഡിലെ ഏറ്റവും ഡെവലപ്ഡ് കൺട്രീസ്. ഇവന്മാരൊക്കെയാണ് അതിൽ 40% വോട്ടിംഗ് ഷെയർ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ IMF-ന്റെ പോളിസീസ് ഇൻ ഫേവർ ഓഫ് ഡെവലപ്ഡ് വേൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് വേൾഡ് പിഴിയുന്ന രീതിയിലായിരിക്കും. അതിന്റെ പേരിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. കെനിയയിലൊക്കെ ഇപ്പം വിഷയമായത് IMF അവിടെ നടപ്പാക്കാൻ ശ്രമിച്ച കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് അറിയാം. പക്ഷെ ഇപ്പൊ ടൈമില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാൻ കാര്യം. ഇപ്പൊ 2 ദിവസത്തെ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ടൈമില്ല. താഴോട്ട് വരുമ്പോ ഓം ബിർളയെ കുറിച്ചൊരു ആർട്ടിക്കിൾ കാണാം. ഓം ബിർള ഇന്ത്യയുടെ പുതിയ സ്പീക്കറായിട്ട് സെലക്ട് ചെയ്തതിന്റെ ബേസിൽ അദ്ദേഹത്തെ കുറിച്ചൊരു ആർട്ടിക്കിളാണ്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഇറാനിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇറാനിലെ പ്രസിഡൻഷ്യൽ അവിടെ ഇബ്രാഹിം റൈസി ഇപ്പൊ ഒരു പ്ലെയിൻ ക്രാഷിൽ മരിച്ചുപോയില്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ പകരം പുതിയ പ്രസിഡന്റിനെ സെലക്ട് ചെയ്യാനുള്ള ഇലക്ഷൻ നടക്കുകയാണ്. പിന്നെ അതൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ സ്പോർട്സ് പേജിൽ ഇന്ത്യ വേൾഡ് കപ്പ് വിൻ ചെയ്യുന്നതിനെ കുറിച്ച് ബാക്കി എല്ലാ ദിവസത്തെ ന്യൂസുകൾ തന്നെ സ്പോർട്സ് പേജിൽ വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നലത്തെ ഹിന്ദു പത്രം. നാളെ മുതൽ ഇത്രയും സമയം എടുക്കത്തില്ല, കാര്യം ഒരു പത്രമേ കാണുള്ളൂ. എല്ലാ ആഴ്ചയും ഈ സൺഡേയും മൺഡേയും കൂടെ ഒരുമിച്ച് എടുക്കുന്നുണ്ടായി പ്രശ്നം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പൊ എല്ലാവരും കമന്റ്സ് ഒക്കെ പറയാറുണ്ട്. എല്ലാവരും പോസിറ്റീവ് കമന്റ്സാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പറയാൻ ഞാനത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഇതൊരു എവരിഡേ ആക്ടിവിറ്റി ആയിരിക്കും. എനിക്ക് ഒരു അസുഖം വരാതിരുന്നാൽ, എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ മാത്രമേ എടുക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അന്ന് എടുക്കാൻ പറ്റൂല. അപ്പോൾ എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് കൂടെ പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവരും ഈ ന്യൂസ് പേപ്പർ ഈ വീഡിയോ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്നത്, കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുമ്പോൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ടുമോറോ വി വിൽ മീറ്റ് അഗൈൻ അറ്റ് ദി സെയിം ടൈം. ഓക്കെ.